അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അള്ളാഹുവിനോട് ഏറ്റവും അടുക്കാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പരിശോധിക്കാനും തിരുത്താനും ഏറ്റവും അനുയോജ്യമായ സമയങ്ങളാണ് ഇത്. അതിന് നമ്മുടെ വിശ്വാസവുമായി ഏറെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ആ വിശ്വാസത്തെ ദൃഢമാക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളിൽ മുഴുകുക എന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. ആ നിലക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഓർക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ഉണർത്താനും നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്താനും അത് ഏറെ ഉപകരിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ പ്രബോധന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ നമ്മളിവിടെ മനസ്സിലാക്കി, മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും അനുഭവിച്ച കഠിനമായ പരീക്ഷണങ്ങൾ, പരിഹാസവും ആക്ഷേപവും പീഡനങ്ങളും ഉപദ്രവങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ടും പ്രവാചകൻ പടച്ച തമ്പുരാൻ ഏൽപ്പിച്ച ആ പ്രവാചകത്വ ദൗത്യം നിറവേറ്റുന്നതിൽ നിന്ന് ഒരല്പം പോലും പുറകോട്ട് മാറിയിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുവിൽ സർവ്വതും ഭരമേൽപ്പിച്ചു കൊണ്ടുമാണ് അവിടുന്ന് ആ പരീക്ഷണങ്ങളെയെല്ലാം നേരിട്ടിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ആ പീഡനങ്ങൾ ദിനംപ്രതി കൂടുതൽ കഠിനമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു കൊടുക്കാൻ തുടങ്ങി. അത് ഇസ്ലാമിക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹത്തായ ഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. മക്കയിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യുന്ന, ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചരിത്ര നിമിഷങ്ങളുടെ പശ്ചാത്തലം, അതാണ് ഇനി നമുക്ക് ഓർത്തെടുക്കേണ്ട അടുത്ത ചർച്ചാ വിഷയം. പരീക്ഷണങ്ങളുടെ ഇരുണ്ട അധ്യായങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഒരു പുതിയ അധ്യായം. ഇതിലൂടെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയായിരുന്നു. ഇസ്ലാമിനെതിരെ മക്കയിലെ ബഹുദൈവാരാധകരായ ആളുകളുടെ വൈരാഗ്യം അത് എത്രത്തോളം എത്തിയിരുന്നു എന്നത് ചില ചരിത്ര സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത സന്ദേശം അവരുടെ മനസ്സുകളെ അലട്ടിത്തുടങ്ങിയപ്പോൾ അവർ ചിലപ്പോൾ കുതർക്കങ്ങളിലൂടെ, ചിലപ്പോൾ പരിഹാസങ്ങളിലൂടെ, ചിലപ്പോൾ അതിക്രൂരമായ മർദ്ദനങ്ങളിലൂടെ പ്രവാചകനെയും അനുയായികളെയും തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് എന്ന വ്യക്തി, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ച ചില വിഷയങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അബൂ നഈമിൻ്റെ ദലായിലുൻ നുബുവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഉഖ്ബത്ത് ഒരു യാത്ര കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നാൽ അന്നേരം അയാൾ ഭക്ഷണമുണ്ടാക്കി തൻ്റെ അയൽവാസികളെയും മക്കക്കാരെയും ഒക്കെ ആ വിരുന്നിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. അതേസമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലും ഓടിയെത്തി പലപ്പോഴും പ്രവാചകൻ പറയുന്ന വാക്കുകൾ കേട്ടിരിക്കാൻ അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പ്രവാചകൻ്റെ സംസാരം അയാളുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു എന്നത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം പതിവ് പോലെ അയാൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മുമ്പ് ചെയ്തിരുന്നത് പോലെ ഉഖ്ബത്ത് ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അയാൾ ക്ഷണിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായവൻ മറ്റാരും ഇല്ല എന്നും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും നീ സാക്ഷ്യം വഹിക്കുന്നത് വരെ നിൻ്റെ ഈ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്ന്. പ്രവാചകൻ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഉഖ്ബത്ത് ആ സാക്ഷ്യവചനം ഉച്ചരിച്ചു. പക്ഷേ അത് ഹൃദയത്തിലെ വിശ്വാസം കണ്ടല്ല, തൻ്റെ വീട്ടിൽ വന്ന അതിഥി ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോകുമെന്ന ഒരു തരം ലജ്ജ കൊണ്ടായിരുന്നു അയാൾ അപ്രകാരം ചെയ്തത്. ഈ ഒരു വാർത്ത ഉഖ്ബത്തിൻ്റെ അടുത്ത സുഹൃത്തായ, പ്രവാചകനോട് ഏറ്റവും വലിയ ശത്രുത കാണിക്കുന്ന ഉബയ്യ് ഇബ്നു ഖലഫ് കേട്ടപ്പോൾ ഉബയ്യിന് വളരെയധികം ദേഷ്യം വന്നു. കോപത്തോടെ അയാൾ ഉഖ്ബത്തിനോട് ചോദിച്ചു, നീ മതം മാറിയോ എന്ന്. അതിന് ഉഖ്ബത്ത് മറുപടി പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഞാൻ മതം മാറിയിട്ടില്ല. പക്ഷേ മുഹമ്മദ് ഭക്ഷണം കഴിക്കാതെ എൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് എനിക്ക് ലജ്ജയായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ അന്നേരം ആ സാക്ഷ്യവചനങ്ങൾ ഉരുവിട്ടത് എന്ന്. അതുകേട്ട ഉമയ്യ് ഇബ്നു ഖലഫ് ഉഖ്ബത്തിനോട് പറഞ്ഞു, നീ മുഹമ്മദിൻ്റെ അടുക്കൽ പോയി അവൻ്റെ മുഖത്തേക്ക് തുപ്പുകയും
അവനെ അപമാനിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ നിന്നോട് തൃപ്തിപ്പെടുകയില്ല എന്ന്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തെറ്റായ സൗഹൃദം എത്രത്തോളം തകർക്കുമെന്നതിന് ഇത് വലിയ ഒരു ഉദാഹരണമാണ്. ഉഖ്ബത്ത് തൻ്റെ സുഹൃത്തിൻ്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് പ്രവാചകനെ അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ പിരടിയിൽ ചവിട്ടുകയും പ്രവാചകൻ്റെ മേൽ മൃഗത്തിൻ്റെ കുടൽമാല എറിഞ്ഞിടുകയും ഒക്കെ ചെയ്തു. ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, മക്കയുടെ പുറത്ത് വെച്ച് ഞാൻ നിന്നെ കണ്ടുമുട്ടിയാൽ നിൻ്റെ തല ഉയർത്തപ്പെടാതിരിക്കുകയില്ല എന്ന്. അതൊരു പ്രവചനമായിരുന്നു. കാലം കടന്നുപോയി, ബദർ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഉഖ്ബത്ത് ബന്ദിയായി പിടിക്കപ്പെട്ടു. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളിൽ ഒരാളെയും മുസ്ലിം സൈന്യം വധിച്ചിട്ടില്ല. പക്ഷെ പ്രവാചകനെ ഇത്രത്തോളം ക്രൂരമായി അപമാനിച്ച ഉഖ്ബത്ത് എന്ന തെമ്മാടി മാത്രമാണ് ബന്ദികളിൽ അന്ന് ശിക്ഷിക്കപ്പെട്ടത്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അയാളെ വധിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, ഈ സംഭവം നമ്മെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൈവിക സന്ദേശം ഒരു പ്രവാചകനിലൂടെ കേട്ടിട്ടും അഹങ്കാരവും തെറ്റായ സൗഹൃദവും കാരണം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രത്തോളം അധംപതിക്കുക എന്ന കാര്യമാണ് ഇവിടെ ഒന്നാമത്തെ വിഷയം. രണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അപമാനിച്ചവർക്ക് ഈ ലോകത്തും അതുപോലെ തന്നെ നാളെ മരണാനന്തരം പരലോകത്തും ലഭിക്കുന്ന ശിക്ഷയുടെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. സഹോദരങ്ങളെ, ഇങ്ങനെ മക്കയിലെ അന്തരീക്ഷം ദിവസം തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകനെതിരെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച മുസ്ലിങ്ങൾക്കെതിരെയുമുള്ള പീഡനങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്കുകളാലും പ്രവർത്തികളാലും ഏറെ പ്രയാസപ്പെടുത്തിയ മറ്റൊരു ഖുറൈശികളിലെ പ്രമുഖൻ അഖ്നസ് ഇബ്നു ശുറൈഖ്. മക്കയിലെ സമൂഹത്തിൽ വലിയ സ്വാധീനവും മാന്യസ്ഥാനവും നേടിയിരുന്ന ഒരാളായിരുന്നു ഇയാൾ. ജനങ്ങൾക്കിടയിൽ പ്രതാപവും കീർത്തിയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ്റെ പ്രവാചകത്വ ദൗത്യത്തോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ആളുകൾക്ക് മുന്നിൽ പുറമേക്ക് മാന്യതയുടെ മുഖം ധരിച്ച, മനസ്സിൻ്റെ ഉള്ളിൽ കപടതയും ദുഷ്ടതയും നിറഞ്ഞ ഒരാളായിരുന്നു ഈ അഖ്നസ് ഇബ്നു ശുറൈഖ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കാനും പ്രവാചകൻ്റെ പ്രബോധനത്തെ തടയാനും പല രീതികളിലും ഈ വ്യക്തി സമയം ചെലവഴിച്ചിട്ടുണ്ട്. അത്തരം വ്യക്തികളുടെ സ്വഭാവം വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകി. ഖുർആനിലെ 68-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖലമിലെ 10 മുതൽ 13 വരെയുള്ള സൂക്തങ്ങളിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, വലാ തുതിഇ കുല്ല ഹല്ലാഖിൻ മഹീൻ, അധികമായി സത്യം ചെയ്യുന്നവനും നീചനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിക്കരുത്. ഹമ്മാസിൻ മശാഇൻ ബിനമീം, കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ ഒരുവന്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, നന്മക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമിയും മഹാപാപിയുമായ ഒരുവന്. ഉത്തുല്ലി ബഅദ ദാലിക സനീം, ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായ ഒരാളെയും നീ അനുസരിക്കരുത് എന്നാണ്. സഹോദരങ്ങളെ, ഖുർആൻ ഇവിടെ ഒരാളുടെ സാമൂഹിക സ്ഥാനമോ സ്വാധീനമോ അതൊന്നുമല്ല ഉയർത്തി കാണിക്കുന്നത്, മറിച്ച് അയാളുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിക്കുന്നത്. സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനമുണ്ടായാലും സത്യത്തോട് വിരോധം പുലർത്തി അതിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇങ്ങനെ താക്കീത് ചെയ്തിട്ടുണ്ട്. മക്കയിലെ പല പ്രമുഖരും ഈ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ദൗത്യത്തെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാത്തതല്ല, മറിച്ച് അഹങ്കാരമാണ് അവരുടെ പ്രശ്നം. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് അഖ്നസ് ഇബ്നു ശുറൈഖ്. ഖുറൈശികളിൽ പ്രമുഖനായ വലീദ് ബിൻ മുഗൈറയോടൊപ്പം പലപ്പോഴും ഈ അഖ്നസ് കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഖുറൈശികളുടെ നേതാവാണ്, വലിയ സമ്പന്നനാണ്, എന്നിട്ടും എന്നെ വിട്ട ആളുകൾ മുഹമ്മദിൻ്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അഹങ്കാരഭരിതമായ ചോദ്യം അവൻ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം തന്നെ മക്കയിലെ പല പ്രമാണിമാരുടെയും ഒരു വലിയ തെറ്റിദ്ധാരണ വെളിപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെല്ലാം കരുതിയത് സമ്പത്തുള്ളവനോ സ്ഥാനമാനമുള്ളവനോ ആയിരിക്കണം പ്രവാചകനാകേണ്ടത് എന്നാണ് അവരുടെ ഒരു ധാരണ. ഇത്തരം ചിന്തകൾക്കുള്ള മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂക്തങ്ങൾ അവതരിപ്പിച്ചു. ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്തു സുഖ്റുഫിലെ 31-32 സൂക്തങ്ങളിൽ കാണാം,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലൂ ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം. ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം അവരാണോ പങ്കുവെച്ചു നൽകുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ഹലോക ജീവിതത്തിൽ അവരുടെ ഉപജീവനം പോലും നാം തന്നെയാണ് തമ്മിൽ പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. വറഫഅനാ ബഅളഹും ഫൗക ബഅളി ദറജാത്തിൻ ലിയത്തഖിദ ബഅളഹും ബഅളൻ സുഖ്രിയ, അവരിൽ ചിലരെ ചിലർക്കു മീതെ നാം പല പടികൾ ഉയർത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. അവരിൽ ചിലരെ കീഴ്പ്പെട്ടവരാക്കി വെക്കുവാൻ വേണ്ടി. വറഹ്മതു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യമാകുന്നു അവർ ശേഖരിച്ചു വരുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന്. സഹോദരങ്ങളെ, പ്രവാചകത്വം എന്ന് പറയുന്നത് അത് സമ്പത്ത് കൊണ്ടോ സ്ഥാനം കൊണ്ടോ പദവി കൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല. അത് അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വലിയ നേതാക്കളും സമ്പന്നരുമായിരുന്ന പലരും ദൈവിക സന്ദേശത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അടിമകളും ദരിദ്രരുമായ പല ആളുകളും അവർ ഇസ്ലാമിനെ അംഗീകരിക്കാൻ തയ്യാറായി, അവർ മുസ്ലിങ്ങളായി കടന്നു വന്നു. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടുത്ത ശത്രുതയോടെ നേരിട്ട മറ്റൊരു വ്യക്തിയാണ് ആസ് ബിൻ വായിൽ. മക്കയിലെ പ്രമുഖരിൽപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ. പ്രവാചകനെ നിരന്തരം പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി. ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ അബ്ദുള്ള മരണപ്പെട്ടപ്പോൾ അതിനെപ്പോലും പരിഹാസത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും വിഷയമാക്കാൻ ഇയാൾ ഒരു മടിയും കാണിച്ചില്ല. ഇതോടെ മുഹമ്മദിൻ്റെ പരമ്പര അവസാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ മനുഷ്യൻ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് അന്നേരം സംസാരിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അയാൾ പറയും, മുഹമ്മദിനെ വിട്ടേക്കൂ, അവൻ വാലറ്റവനാണ്, അബുത്തറാണ്, അവന് പിൻഗാമികളില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ അവൻ മരിക്കും, അപ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണകളും അവസാനിക്കുമെന്നാണ്. അങ്ങനെ അവൻ്റെ ശല്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നടന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ പരിഹാസവും അവഹേളനവും എത്രത്തോളം എത്താമെന്നതിനുള്ള വലിയ ഒരു ഉദാഹരണമാണ് ഇത്. എന്നാൽ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയും അവൻ്റെ ശത്രുക്കൾക്ക് മറുപടി നൽകുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ അധ്യായം, ചെറിയ ഒരു അധ്യായം, ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടങ്ങൾ, അൽ കൗസർ, അത് നൽകിയിരിക്കുന്നു. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, ആകയാൽ നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ, ഭാവിയില്ലാത്തവൻ എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ആസ് ബിൻ വായിൽ കരുതിയത് പ്രവാചകൻ്റെ മരണത്തോടുകൂടി ആ മഹാമനുഷ്യൻ്റെ പേര് ലോകത്തിൽ നിന്ന് ഇല്ലാതാകും എന്നാണ്. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും നമ്മൾ കേൾക്കുകയാണ്. ഓരോ ദിവസവും അനേകം പ്രാവശ്യം ആ പേര് ലോകമെമ്പാടുമുള്ള മസ്ജിദുകളിൽ മുഴങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു ഭാവിയില്ലാത്തവൻ, വാലറ്റവൻ എന്ന്. സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകളുടെ ശത്രുത അത് വാക്കുകളിലോ പരിഹാസത്തിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നല്ല. മുസ്ലിങ്ങളുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ഒക്കെ ബാധിക്കുന്ന വലിയ ഒരു അപകടത്തിലേക്ക് അത് വ്യാപിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രവാചകൻ്റെ അനുചരനായ ഖബ്ബാബ് ഇബ്ൻ അൽ അറാത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം. ഈ സംഭവം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ അവരുടെ ഹദീസ് സമാഹാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ എനിക്ക് ആസ് ബിൻ വായിൽ കുറച്ച് പണം തരാനുണ്ടായിരുന്നു. ആ പണം തിരികെ ചോദിക്കാനായി ഞാൻ അയാളുടെ അടുക്കൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, നീ മുഹമ്മദിനെ നിഷേധിക്കുന്നത് വരെ ഞാൻ നിൻ്റെ കടം തിരിച്ചു നൽകുകയില്ല എന്ന്. സഹോദരങ്ങളെ, പ്രവാചകൻ പഠിപ്പിച്ച മതം ഉപേക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ സാമ്പത്തിക സമ്മർദ്ദം കൊണ്ട് പോലും പരീക്ഷിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. എന്നാൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി അതൊരു വിശ്വാസിയുടെ ഉറച്ച നിലപാടായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മരിക്കുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നത് വരെ മുഹമ്മദ് നബിയെ ഞാൻ നിഷേധിക്കുകയില്ല എന്ന്. അപ്പോൾ ആസ് ബിൻ വായിൽ കുറച്ചധികം പരിഹാസത്തോടു കൂടി പറഞ്ഞു, ഞാൻ മരിച്ച ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നാണോ നീയും പറയുന്നത്? എങ്കിൽ ശരി, അങ്ങനെയാണ് എങ്കിൽ പരലോകത്ത് എനിക്ക് എൻ്റെ സമ്പത്തും മക്കളുമൊക്കെ തിരികെ ലഭിച്ചാൽ
അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ കടം വീട്ടാമെന്ന്. സഹോദരങ്ങളെ, ഈ വാക്കുകൾ വെറും ഒരു പരിഹാസമല്ല, മരണാനന്തര ജീവിതത്തെ തന്നെ നിഷേധിക്കുന്ന അഹങ്കാരത്തിൻ്റെ വലിയൊരു പ്രകടനമായിരുന്നു അത്. അത്തരം മനോഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഖുർആനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്ത് മറിയമിലെ 77 മുതൽ 80 വരെയുള്ള സൂക്തങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഫറഅയ്തല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും എനിക്ക് സമ്പത്തും സന്താനവും ലഭിക്കുമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവനെ നീ കണ്ടുവോ? അത്വലഅൽ ഗൈബ അം ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദ. അവൻ അദൃശ്യത്തെ കണ്ടറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പരമകാരുണികൻ്റെ അടുത്ത് അവൻ വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ? കല്ലാ സനക്തുബു മാ യഖൂലു വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ. ഇല്ല, അവൻ പറയുന്നതെല്ലാം നാം രേഖപ്പെടുത്തും, അവന് ശിക്ഷ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വനരിസുഹു മാ യഖൂലു വയഅതീനാ ഫർദ. അവൻ പറയുന്ന സമ്പത്തും സന്താനവും നമുക്കായിരിക്കും അനന്തരാവകാശം. അവൻ ഏകനായി നമ്മുടെ അടുക്കൽ വരികയും ചെയ്യുമെന്ന്. സഹോദരങ്ങളെ, ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും ഏറ്റവും അധികം പീഡിപ്പിച്ച ശത്രുക്കളിൽ ഒരാളായിരുന്നു അബൂജഹൽ. അഹങ്കാരവും വൈരാഗ്യവും നിറഞ്ഞ ഒരാളായിരുന്നു ആ മനുഷ്യൻ. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ കണ്ടപ്പോൾ പ്രവാചകനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, മുഹമ്മദ്, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നീ നിന്ദിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ്. അല്ലാത്ത പക്ഷം നീ ആരാധിക്കുന്ന നിൻ്റെ രക്ഷിതാവിനെയും ഞാൻ അസഭ്യം പറയും. സഹോദരങ്ങളെ, ഇതിന് മറുപടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മഹത്തായ ഒരു നയം സത്യവിശ്വാസികളെ പഠിപ്പിച്ചു. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 108-ാമത്തെ സൂക്തം, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽം. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ വിവരമില്ലാതെ അതിക്രമമായിക്കൊണ്ട് അള്ളാഹുവെ ശകാരിക്കാൻ ഇടയാകും എന്നാണ്. ഇവിടെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, സത്യപ്രബോധനത്തിന് പോലും അറിവും പക്വതയും ആവശ്യമാണ് എന്ന കാര്യം. മക്കയിലെ പ്രബോധന കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും നേരിടേണ്ടി വന്ന ചില പീഡനങ്ങളും പരിഹാസങ്ങളും മാത്രമാണ് സഹോദരങ്ങൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ ഈ എല്ലാ പരീക്ഷണങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ ഒരിക്കലും ഒറ്റക്കായി വിട്ടിട്ടില്ല. പ്രവാചകനെ ശക്തിപ്പെടുത്തുകയും പ്രവാചകനെ ആശ്വസിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ സന്തോഷ വാർത്തകൾ ആ പ്രവാചകനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 10-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക്. താങ്കൾക്ക് മുമ്പും പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഫഹാക ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. പക്ഷേ പരിഹസിച്ചവരെ പിന്നീട് അവർ പരിഹസിച്ചിരുന്ന അതേ കാര്യം പിടികൂടുകയുണ്ടായി എന്നാണ്. ഖുർആനിലെ അതേ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 33-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നു, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുകല്ലദീ യഖൂലൂൻ. നബിയെ, അവർ പറഞ്ഞു വരുന്നത് നിശ്ചയമായും നിന്നെ വ്യസനിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുണ്ട്. ഫഇന്നഹും ലാ യുകദ്ദിബൂനക്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ നിന്നെ വ്യാജമാക്കുന്നില്ല. വലാകിന്ന ളാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ. എങ്കിലും ആ അക്രമികൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ എത്ര നിഷേധിക്കുന്നത് എന്ന്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനോട് വീണ്ടും പറഞ്ഞു. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 60-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അതിനാൽ പ്രവാചകരെ, നീ ക്ഷമിക്കുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്ന്. സഹോദരങ്ങളെ, മക്കയിലെ ഈ ഒരു കാലഘട്ടം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കുന്നവർക്ക് പരിഹാസവും പീഡനവും പരീക്ഷണങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നേക്കാം. എന്നാൽ ക്ഷമയും ഉറച്ച വിശ്വാസവും ഉണ്ട് എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഒരിക്കലും ലഭിക്കാതിരിക്കുകയില്ല. ഈ രൂപത്തിൽ മക്കയിലെ പ്രയാസങ്ങളുടെ അന്തരീക്ഷം കൂടുതൽ കടുത്തതാവുകയും മുസ്ലിങ്ങൾക്ക് അവിടെ ജീവിക്കുക ദുഷ്കരമാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തിന് ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുന്നത്. അതാണ് മുസ്ലിങ്ങളുടെ പലായനത്തിൻ്റെ തുടക്കം. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.